ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ലോകാരോഗ്യ സംഘടന മങ്കി പോക്സ് എന്ന് പറഞ്ഞൊരു വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹെൽത്ത് കെയർ സെക്ടർ. വൈറസ് ബാധയുടെ രണ്ടാം വരവിനെ അതീവ ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിനാൽ തന്നെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. എന്താണ് മങ്കി പോക്സ്? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? മങ്കി പോക്സ് വൈറസ് ഇപ്പം മെയിൻലി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ആഫ്രിക്കൻ കൺട്രീസിലാണ്. മെയിൻലി ഈ ഒരു മങ്കി പോക്സ് വൈറസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടുന്ന് നമ്മുടെ നാട്ടിലെത്താൻ വേണ്ടിയിട്ട് ഒട്ടും താമസമില്ല. എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ട്. മങ്കി പോക്സ് വൈറസ് എന്താണ്, എങ്ങനെയാണ് ഈ രോഗം വരുന്നത്, ഇതിൻ്റെ പാർശ്വഫലങ്ങൾ, ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഇതാണ് മങ്കി പോക്സ് വൈറസ്. ഇതൊരു ഓർത്തോപോറസ് വൈറസ് ആണ്. ഇതിൻ്റെ കൂടുതൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇത് 1970 ആഫ്രിക്കയിലുള്ള കോങ്കോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആദ്യമായിട്ട് മങ്കി പോക്സ് വൈറസിനെ കണ്ടുപിടിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് കുരങ്ങന്മാരിലാണ് ഈ ഒരു മങ്കി പോക്സ് എന്ന് പറഞ്ഞൊരു വൈറസിനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മങ്കി പോക്സ് വൈറസ് എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ അതിനുശേഷം ഈ കുരങ്ങന്മാരുമായിട്ട് ഇടപെട്ടില്ല ബാക്കിയുള്ള കുറച്ച് ജീവികളിലൊക്കെയാണ് ആദ്യമായിട്ട് ഈ ഒരു മങ്കി പോക്സ് വൈറസിൻ്റെ സാന്നിധ്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ മൃഗങ്ങളിലുമായിട്ട് അടുത്ത സമ്പർക്കം പുലർത്തുന്ന കുറച്ച് ഹ്യൂമൻസിലേക്കും ഈ ഒരു വൈറസ് സ്പ്രെഡായി. അങ്ങനെയാണ് നമ്മുടെ മനുഷ്യന്മാരിലേക്ക് ഈ ഒരു വൈറസിൻ്റെ സാന്നിധ്യം എത്തുന്നത്. അതേ തുടർന്ന് ഒരുപാട് ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായിട്ടുണ്ട് പല പല നൂറ്റാണ്ടുകളിലായിട്ട് ഈ ഒരു മങ്കി പോക്സ് വൈറസിൻ്റെ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2022 ഒരുപാട് മനുഷ്യന്മാരുടെ ജീവനെടുത്തിട്ടുള്ള ഒരു ഔട്ട് ബ്രേക്ക് അവസാനമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം കറക്റ്റ് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ പിന്നെയും ആഫ്രിക്കയിലും അതുപോലെ ബന്ധപ്പെടുന്ന കുറച്ച് സ്ഥലങ്ങളിലും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മങ്കി പോക്സ് വൈറസിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കപ്പെടുകയും ഒരുപാട് രോഗികൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം WHO ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ രോഗം നമ്മളിലേക്ക് എത്തുന്നത് നമുക്ക് നോക്കാം. മെയിനായിട്ടും ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ മങ്കി, അതല്ലെങ്കിൽ ചില ടൈപ്പ് എലികൾ, അല്ലെങ്കിൽ ചില അണ്ണാൻ, അതുമല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഓൾറെഡി രോഗം വന്നിട്ടുള്ള രോഗബാധിതരായിട്ടുള്ള മനുഷ്യന്മാരുമായിട്ടുള്ള കണ്ടിന്യൂസ് അല്ലെങ്കിൽ ക്ലോസ് കോണ്ടാക്റ്റ് വഴിയാണ് ഈ ഒരു രോഗം നമ്മളിലേക്ക് വരുന്നത്. രോഗബാധിതനായ ഒരാളുടെ ഉമിനീർ അഥവാ സലവയിൽ കൂടെയും അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസത്തിൽ കൂടെയും അതുപോലെ തന്നെ ക്ലോസ് കോണ്ടാക്റ്റ് വഴി എന്തെങ്കിലും ശരീരദ്രവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവുന്നത് വഴിയുമാണ് മെയിനായിട്ടും ഈ ഒരു രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ വൈറസ് എൻ്റർ ആയി കഴിഞ്ഞാൽ 2 ദിവസം മുതൽ 2 വീക്സ് വരെയാണ്, 2 ഡേയ്സ് തൊട്ട് 2 വീക്സ് വരെയാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ ഇൻക്യുബേഷൻ പീരീഡിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നതായിരിക്കും. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും വിറയലോട് കൂടിയുള്ള പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, അതുപോലെ തന്നെ ഭയങ്കര ഹെവി ആയിട്ട് ക്ഷീണം ഉണ്ടാവും, പിന്നെ തൊണ്ടവേദന ഉണ്ടാവും, അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ മെയിനായിട്ടുള്ളൊരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴുത്തിൻ്റെ ഇവിടെയുള്ള കഴല, ലിംഫ് നോഡുകളൊക്കെ വീങ്ങും. കഴല വീക്കം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കഴല വീക്കം കൂടി ഉണ്ടാവുന്നതാണ്. രോഗലക്ഷണങ്ങൾ ഹെവി ആയി തുടങ്ങുമ്പം തന്നെ നമ്മൾ ബോഡിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മങ്കി പോക്സ് വൈറസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മുടെ ബോഡിയിൽ വസൂരിക്ക് സമാനമായിട്ടുള്ള കുമിളകൾ പൊങ്ങുകയും അത് പൊട്ടി ദ്രവിച്ച് നാശകോശമാവുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകും. നമുക്ക് മെയിനായിട്ടും വസൂരി വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരും, പൊങ്ങി വരും. നമ്മുടെ കൈപ്പത്തിയിലോ കാൽപാദങ്ങളിലോ ഒന്നും ഇങ്ങനെയുള്ള കുമിളകൾ വരുന്നതല്ല വസൂരി അല്ലെങ്കിൽ ചിക്കൻ ബോക്സിൻ്റെ കേസിൽ. പക്ഷേ ഒരു മങ്കി പോക്സ് വൈറസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈപ്പത്തിയിലും കാൽപാദത്തിലും ഒക്കെ നമ്മുടെ ബോഡിയിൽ എത്ര സ്ഥലമുണ്ടോ അവിടെ മുഴുവൻ ഈ ഒരു കുഞ്ഞു കുഞ്ഞു കുമിളകൾ പൊങ്ങി വരികയും അത് പൊട്ടി ദ്രാവകം പുറത്തു വരികയും നാശകോശമാകുകയും ചെയ്യുന്നതാണ്. നമ്മുടെ കോവിഡിൻ്റെ അത്രയും മരണനിരക്ക് ഇല്ലെങ്കിൽ കൂടിയും കുഞ്ഞു കുട്ടികൾ അഥവാ പ്രായമായവർ, പിന്നെ മറ്റ് അസുഖങ്ങളുള്ളവർ, അതായത് ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാരിലൊക്കെ ഈ ഒരു മങ്കി പോക്സ് മരണത്തിന് കാരണമായേക്കാം. കോവിഡ് പോലെ തന്നെ ഈ ഒരു രോഗം നിർണ്ണയിക്കുന്നത് നമ്മുടെ വൈറൽ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ അഥവാ വൈറൽ PCR വഴിയാണ്. മങ്കി പോക്സ് വൈറസിനെതിരെയായിട്ടുള്ള ഒരു വാക്സിനും നിലവിൽ ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വസൂരിക്ക് യൂസ് ചെയ്യുന്ന സ്മോൾ പോക്സ് വാക്സിൻ 85% ഫലപ്രദമാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. മങ്കി പോക്സ് വൈറസിൻ്റെ ജീൻ മ്യൂട്ടേഷൻ വന്നിട്ടുള്ള ഒരു പുതിയ വകഭേദം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അത് മെയിനായിട്ടും സ്വവർഗരതിക്കാരായ ഗേ കപ്പിൾസിൻ്റെ സെക്ഷൽ ആക്ടിവിറ്റിയിലൂടെ സ്പ്രെഡ് ആവുന്നതാണ്. ഈ ഒരു കേസിൽ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം നമ്മുടെ കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് കൊറോണ എന്ന് പറഞ്ഞൊരു അസുഖം ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്ത് ചൈനയിലായിരുന്നു. ചൈനയിലുള്ള ഏതോ ഒരു സ്ഥലത്തായിരുന്നു കൊറോണ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അത് വിത്തിൻ വീക്സ് അല്ലെങ്കിൽ വിത്തിൻ മന്ത്സ് അല്ലെങ്കിൽ വിത്തിൻ ഡേയ്സ് നമ്മുടെ കേരളത്തിലെ ഓരോ സ്ഥലങ്ങളിലും എത്തി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് മെയിനായിട്ടും ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ
അവിടുന്ന് നമ്മുടെ നാടുകളിലും എത്താൻ വളരെ ഈസിയാണ്. നമുക്കറിയാം വിദേശികളും അതുപോലെ ഗൾഫിൽ വർക്ക് ചെയ്യുന്നവരും യൂറോപ്യൻ കൺട്രീസിലുള്ളവരൊക്കെ വെക്കേഷനും അതുപോലെ പല പല ആവശ്യങ്ങൾക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെത്താൻ ഒരു പ്രയാസമില്ല. അപ്പോൾ രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്ത ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ.